മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹാലക്ഷ്മിയും ആ ഞെട്ടിക്കുന്ന സത്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അതായത് മേഘനാഥൻ തങ്ങൾ താമസിക്കുന്ന അതേ റിസോർട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും ഉടനെ തന്നെ ഈ വിവരം അനന്തുവിനെയും ലേഖയും വിളിച്ചറിയിക്കുന്നു. മാത്രമല്ല രാവിലെ 3 മണിക്ക് തന്നെ, അതായത് മേഘൻ ഉറക്കം എണീക്കുന്നതിന് മുമ്പ് ഈ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് പോകാമെന്ന് മഹാലക്ഷ്മി തീരുമാനിക്കുന്നു. കാരണം മേഘനാഥൻ ഒരു കാരണവശാലും കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. അയാൾ ശബരിമലയ്ക്ക് പോയ കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് മാർക്കോയുടെ കയ്യിൽ നിന്നും തല്ല് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് താമസിക്കാനാണ് ഈ ഹോട്ടലിലേക്ക് വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ഇവിടെ ഉണ്ടെന്നും കണ്ണൻ നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യമൊന്നും മേഘൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ മേഘൻ്റെ ഉപബോധ മനസ്സിൽ കണ്ണൻ നടക്കുന്നതായി കണ്ടതുപോലെ തോന്നിക്കുന്നു. അങ്ങനെ സംശയം തോന്നിയ മേഘനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സംശയം ക്ലിയർ ചെയ്തേ പറ്റൂ. ആരോടാ ചോദിക്കുന്നത്? ആർക്കും കണ്ണനെയും മഹാലക്ഷ്മിയൊന്നും മുന്നേ പരിചയമില്ലല്ലോ. ഫോട്ടോ കാണിച്ച് ചോദിച്ചെങ്കിൽ മാത്രമല്ലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റിസപ്ഷനിൽ തന്നെ പോയി കാര്യം തിരക്കാനായിട്ട് മേഘൻ തീരുമാനിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളെന്ന് പറഞ്ഞ് മേഘനാണെങ്കിൽ റിസപ്ഷനിൽ പോകുന്നു. മേഘന് ചെറിയ സംശയം തോന്നിയാലും പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവും ലേഖയും രാവിലെ 4 മണിക്ക് തന്നെ മേഘൻ ഉറക്കം എണീക്കുന്നതിന് മുമ്പ് രഹസ്യമായി റൂം വെക്കേറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റിസപ്ഷനിൽ ചെല്ലുന്ന മേഘനാണെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹ സമയത്തെടുത്ത ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നു, ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയും പുരുഷനും ഇന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ ഈ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിശയിച്ച് നോക്കുന്നു. റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റിസപ്ഷനിലുള്ളവരുടെ വർത്തമാനത്തിൽ നിന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും അനന്തുവിനും ലേഖയ്ക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മേഘന് റൂം കൊടുത്തത് അബദ്ധമായെന്നുള്ള തോന്നലും മേഘൻ ഒരു കൊള്ളരാത്ത ആളാണെന്ന് മനസ്സിലാക്കി അയാളോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള കാര്യം അതുപോലെ പറയുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിൽ റൂം എടുത്തെന്നും ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ കാണിച്ച് മേഘൻ ചോദിക്കുന്നുവെങ്കിലും അവരൊന്നും വിട്ടു പറയുന്നില്ല. ഇങ്ങനെ 2 പേര് ഈ ഹോട്ടലിൽ റൂം എടുത്തിട്ടേ ഇല്ലെന്ന് പറയുമ്പോൾ മേഘന് മനസ്സിൽ തോന്നുന്നു, ഇനി കള്ള് കുടിച്ചതിൻ്റെ ലെക്ക് കേടിന് എപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയും പറ്റി മാത്രമല്ലേ ചിന്തിക്കാറ്. അങ്ങനെ തോന്നിയതാകുമെന്ന് കരുതി നിസ്സാരമായിട്ട് വിട്ടുകളഞ്ഞ് മേഘനും അങ്ങ് റൂമിലേക്ക് പോകുന്നു. മേഘനങ്ങ് പോയതിന് ശേഷം റിസപ്ഷനിലുള്ളവർ പറയുന്നു, ഈ പോയ വൃത്തികെട്ടവനെ പേടിച്ചിട്ടാണ് പാവങ്ങൾ നേരത്തെ റൂം വെക്കേറ്റ് ചെയ്ത് പോയത്. ഇനി അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ അവരിവിടെ ഉണ്ടെന്ന് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു. അതേസമയം ദുർഗയെ വിളിച്ച് മേഘനാണെങ്കിൽ പറയുന്നുണ്ട്, താൻ മാർക്കോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മൂന്നാറിൽ തന്നെ വന്നിട്ടുണ്ട്. മൂന്നാറിലല്ലേ കണ്ണനും മഹാലക്ഷ്മിയും ട്രിപ്പ് പോയിരിക്കുന്നത്. അവരെവിടെയെങ്കിലും കാണും. ഞാൻ കണ്ടുപിടിച്ച് അവരുടെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ അറിയിക്കാമെന്ന് പറയുമ്പം ദുർഗയ്ക്ക് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പിണങ്ങിപ്പോയ കരുണയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചെല്ലുന്ന ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഉണ്ണിയോട് പറയുന്നു. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് പണ്ടുള്ളവർ പറയാറ്. ഞാനിന്ന് കണ്ട സ്വപ്നം ഫലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ എന്ത് സ്വപ്നമാണ് കണ്ടത്? ആ കണ്ണനെന്ന് പറയുന്നവൻ കാറ് ഡ്രൈവ് ചെയ്ത് മഹാലക്ഷ്മിയും കൂട്ടി ട്രിപ്പ് പോകുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ കാണാൻ സംഭവിച്ചു കാണുമോ? മലയ്ക്ക് പോയ അവന് ഇനി കാലിന് ചലനശേഷിയും കാണാൻ തിരികെ കിട്ടിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ അച്ഛൻ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് തോന്നിച്ചതാകും എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, നിങ്ങളല്ലേലും ഇങ്ങനെ പറയുള്ളെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. നിങ്ങൾക്ക് അവർ നടക്കാൻ തുടങ്ങിയാലെന്താ, ഓടാൻ തുടങ്ങിയാലെന്തുവാ? എപ്പോഴും ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവക്കളുടെ ആശ്രിതനായിട്ട് ജോലി ചെയ്ത് അവിടുത്തെ നക്കാപ്പിച്ച ശമ്പളം മേടിച്ച് ജീവിക്കാനല്ലേ ആഗ്രഹം. ഒരു കാര്യമില്ല പറഞ്ഞിട്ട്. ദേ കരുണേ, നിനക്കിതുവരെ എന്നോടുള്ള പിണക്കം മാറിയില്ലേ? എങ്ങനെ മാറാനാ മോനെ? അങ്ങനല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നാശമായി പോയത്. ആ വാമദേവൻ, അയാൾ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ഇത്രയും കള്ളത്തരം കാണിച്ച് ഈ വിവാഹം നടത്തി വെക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങളും കാണിച്ചത് കള്ളത്തരമല്ലേ? മഹാലക്ഷ്മി നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ പോലും സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നതെന്നും കരുണയുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൊരു ദാസിയായിട്ടാണ് അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവരവിടെ വന്നിട്ട് ആരായിട്ടാണ് താമസിക്കുന്നത്? മഹാലക്ഷ്മി ഏട്ടത്തിയെ കണ്ണേട്ടൻ കല്യാണം കഴിക്കുന്നത് വരെ കണ്ണേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞങ്ങളായിരുന്നു. കമ്പനി കാര്യങ്ങളിലോ ക്യാഷ് പരമായിട്ടുള്ള കാര്യങ്ങളിലോ ഞങ്ങൾ എന്ത് ചെയ്താലും കണ്ണേട്ടൻ അതിന് മറുത്തൊന്നും പറയാറില്ലായിരുന്നു. എന്നീ മഹാലക്ഷ്മി ഏട്ടത്തിയെ കമലേശ്വരം തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ അതിനുശേഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടമായെന്ന് മാത്രമല്ല, എല്ലാം അവരുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് അവർ കരുക്കൾ നീക്കുകയും ചെയ്തു.
ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറയുമ്പം ദേ ഉണ്ണിയേട്ട എൻ്റെ വായിരിക്കുന്ന വല്ല നിങ്ങൾ കേൾക്കും എന്നും പറഞ്ഞ് കരുണ ചൂടാവുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാർ ട്രിപ്പ് പോയ സ്ഥിതിക്ക് കരുണയും കൂട്ടി ഉണ്ണി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാതെ ഇനി കമലേശ്വര തറവാട്ടിലേക്ക് കരുണ എന്തായാലും ചെല്ലില്ല. ഉണ്ണിയുടെ കയ്യിൽ കുറേ സേവിങ്സ് ഉണ്ടെന്നുള്ള കാര്യം കരുണയ്ക്കറിയാം. അത് നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിലും അതൊന്നും കരുണയ്ക്ക് അറിയണ്ട. ഇപ്പം തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയും തോൽപ്പിക്കാനായിട്ട് ഉണ്ണിയും കൂട്ടി എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയി അതിൻ്റെ ഫോട്ടോസ് വന്ന് കാണിച്ച് ആളായെങ്കിൽ മാത്രമേ കരുണയുടെ പ്രതികാരം തീരുകയുള്ളൂ. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം. ഉണ്ണിക്കാണെങ്കിൽ കരുണയും കൂട്ടി ട്രിപ്പ് പോകാനുള്ള ക്യാഷൊന്നുമില്ല. അതും കാണാൻ തുറന്നു പറഞ്ഞാൽ അച്ഛനും മുത്തശ്ശിയും മോളും കൂടി ഉണ്ണിയെ വെച്ചേക്കത്തുമില്ല. കാത്തിരിക്കാം.